കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ BBA കോർപ്പറേറ്റ് അക്കൗണ്ടിങ് 3rd സെമസ്റ്ററിൻ്റെ MCQ ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ജസ്റ്റ് ഒന്ന് കാണാപ്പാഠം പഠിക്കാൻ വേണ്ടിയിട്ട് ഈ ലാസ്റ്റ് മിനിറ്റിലുള്ള കുറച്ച് ട്രിക്സാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ആർക്കെങ്കിലും ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം എന്നിട്ട് വെറും 2 പേരാണ് കമൻറ്റ് ചെയ്തത്, മുഹമ്മദ് റംസലും ഉണ്ണിമായും. അപ്പോൾ അവരൊന്ന് അപ്ലോഡ് ചെയ്യൂ പാർട്ട് 3 എന്ന് പറഞ്ഞതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, ഒന്ന് ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. കാരണം ആരെങ്കിലും ഒന്ന് രക്ഷപ്പെടണമെങ്കിൽ രക്ഷപ്പെട്ടോട്ടെ. ഓക്കെ. ഓക്കെ, നമുക്കിനി നെക്സ്റ്റ് പാർട്ട് 3യിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് 46th ക്വസ്റ്റ്യനാണ്. 45 വരെയുള്ള ക്വസ്റ്റ്യൻ നമ്മൾ 2 വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അത് കാണാം. ഹെൽപ്ഫുൾ ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, ഒന്ന് ലൈക്കും ചെയ്യുക, എന്നാലേ നമുക്കൊരു പ്രോത്സാഹനം ഉണ്ടാവുള്ളൂ. അപ്പോൾ 46th ക്വസ്റ്റ്യൻ, അണ്ടർ ഇൻഡ് AS 12 എ ടെമ്പററി ഡിഫറൻസ് ഈസ് ഡിഫൈൻഡ് ആസ്. ഇതിൽ ആൻസർ വരുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ ക്യാരിയിങ് എമൗണ്ട് ഓഫ് എൻ ഐറ്റവും ദാറ്റ് ഐറ്റംസ് റീവാല്യൂഡ് എമൗണ്ട് എന്നാണ്. അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ ആലോചിച്ച് വെക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 12-ാം തീയതി നമ്മൾ എയർപോർട്ടിൽ പോകണമെന്ന് ആലോചിക്കുക. AS 12-ാം തീയതി എയർപോർട്ടിൽ പോകുന്നു. അപ്പോൾ എയർപോർട്ടിൽ പോകുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ഈ സെക്യൂരിറ്റികൾ നമ്മൾ ക്യാരി ചെയ്യണ ഈ എമൗണ്ട് ഉണ്ടല്ലോ, അതവരൊന്ന് റീവാല്യൂ ചെയ്യുകയും ചെയ്യും അവിടെ നിന്നിട്ട്. എന്നിട്ടൊക്കെ നമ്മൾ കസ്റ്റംസിൽ നിന്നൊക്കെ പറഞ്ഞയക്കുള്ളൂ. അപ്പോൾ ആ ഒരു ഓപ്ഷൻ ഒന്ന് ആലോചിച്ച് വെക്കുക. പക്ഷേ ഓപ്ഷൻ ബിയിലും കിടക്കുന്നുണ്ട് ക്യാരിയിങ് എമൗണ്ട്, പക്ഷേ അതിൽ റീവാല്യൂ എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ല. അപ്പോൾ ഇത് തന്നെ ഓർത്ത് വെക്കുക. 12-ാം തീയതി എയർപോർട്ടിൽ പോകുമ്പോൾ ക്യാരിയിങ് എമൗണ്ടും നമ്മൾ ഐറ്റംസൊക്കെ റീവാല്യൂ ചെയ്തിട്ടാണ് പറഞ്ഞയക്കുന്നതെന്ന് ആലോചിച്ച് വെക്കുക. ഓക്കെ. 47ാമത്തെ ക്വസ്റ്റ്യൻ, ആക്ടിവിറ്റീസ് ദാറ്റ് റിസൾട്ട് ഇൻ ചേഞ്ചസ് ഇൻ ദ സൈസ് ആൻഡ് കോമ്പോസിഷൻ ഓഫ് ദ ഇക്വിറ്റി ക്യാപിറ്റൽ ആൻഡ് ബോറോയിങ് ഓഫ് എൻ എൻറ്റിറ്റി ആർ കോൾഡ്. ഒരു സ്ഥാപനത്തിൽ വരുന്ന ചേഞ്ചസ്, അവരുടെ ഇക്വിറ്റിയിലും ക്യാപിറ്റലിലും ബോറോയിങ്ങിലും ഒക്കെ വരുന്ന ചേഞ്ചിന് എന്താ പറയുക, ഫിനാൻസിങ് ആക്ടിവിറ്റീസ്. ഇപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് ഓർക്കാനൊന്നുമില്ല, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഫിനാൻസിങ്ങിനെ കുറിച്ചിട്ടല്ലേ. അപ്പോൾ ഇൻവെസ്റ്റിങ്ങോ ഓപ്പറേറ്റിങ്ങോ ഒന്നല്ലല്ലോ. അപ്പോൾ ഫിനാൻസിങ് ആക്ടിവിറ്റീസ് തന്നെ അത് അങ്ങനെ തന്നെ പഠിക്കുക. ഇനി 48ാമത്തെ ക്വസ്റ്റ്യൻ, ദ പ്രിൻസിപ്പൽ റവന്യൂ പ്രൊഡ്യൂസിങ് ആക്ടിവിറ്റീസ് ഓഫ് എൻ എൻറ്റിറ്റി ആർ കോൾഡ്. ഒരു സ്ഥാപനത്തിൻ്റെ പ്രിൻസിപ്പൽ റവന്യൂ ഉണ്ടാക്കുന്ന ആക്ടിവിറ്റീനെ എന്താ പറയുക, ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് എന്നാണ് അല്ലേ. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഒന്ന് ആലോചിക്കുകയെന്ന് വെച്ചാൽ പ്രിൻസിപ്പാൾ ഓപ്പറേഷന് പോയി എന്നാലോചിക്കുക. ഓക്കെ. അല്ലെങ്കിൽ തന്നെ ആ പ്രൊഡ്യൂസിംഗ് എന്നുള്ള വേർഡിൽ തന്നെ ഉണ്ട് OPR, അതായത് പ്രോ എന്നുള്ള വേർഡ് ഒന്ന് തിരിച്ച് മറിച്ചിട്ട് കഴിഞ്ഞാൽ അത് OPR എന്നും ഓപ്പറേറ്റിങ്ങിലും ഉണ്ട്. പക്ഷേ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ആലോചിച്ചേക്കാം, പ്രിൻസിപ്പൾ എവിടെ പോയി, ഓപ്പറേഷന് പോയി. അപ്പോൾ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്. ഇനി അടുത്തത് 49th ക്വസ്റ്റ്യൻ, ക്യാഷ് പേയ്മെൻറ്റ്സ് ടു ആൻഡ് ഓൺ ബിഹാഫ് ഓഫ് എംപ്ലോയീസ് ഇസ് എൻ എക്സാമ്പിൾ ഓഫ് ക്യാഷ് ഫ്ലോസ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസാണ് വരുന്നത്. ഇതിൽ ആലോചിച്ച് നോക്കുക, അതായത് ഇതിൽ ക്യാഷ് പേയ്മെൻറ്റ് ആയിരുന്നു, എംപ്ലോയീസ് അല്ലേ. ഈ എംപ്ലോയീസും അപ്പോൾ ഓപ്പറേഷന് പോയി. പ്രിൻസിപ്പൾ ഓപ്പറേഷന് എടുക്കുമ്പോൾ തീർച്ചയായിട്ടും അവിടുത്തെ എംപ്ലോയീസ്, അവിടുത്തെ പണിക്കാരും ഒന്ന് ഹോസ്പിറ്റലൊക്കെ ഒന്ന് പോകില്ലേ. അപ്പോൾ അതും ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് എന്ന് ആലോചിച്ച് വെക്കുക. ഇനി 51ാമത്തെ ക്വസ്റ്റ്യൻ, ആക്ടിവിറ്റീസ് ദാറ്റ് റിസൾട്ട് ഇൻ ചേഞ്ചസ് ഇൻ ദ സൈസ് ആൻഡ് കോമ്പോസിഷൻ ഓഫ് ദ ഇക്വിറ്റി ക്യാപിറ്റൽ ആൻഡ് ബോറോയിങ്സ് ഓഫ് എൻ എൻറ്റിറ്റി ആർ കോൾഡ്. ഇത് 47ാമത്തെ സെയിം ക്വസ്റ്റ്യൻ ആണ്, ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് വന്നെന്നുള്ളൂ. ഫിനാൻസിങ് ആക്ടിവിറ്റീസ് തന്നെയാണ്. ഇതിൽ നമുക്ക് 50ാമത്തെ ക്വസ്റ്റ്യൻ മിസ്സായി പോയിട്ടുണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഹെഡിങ് ഫോർ ക്യാഷ് ഫ്ലോസ് അണ്ടർ ഇൻഡ് AS 7? ആൻസർ ക്യാഷ് ഫ്ലോസ് ഫ്രം നോർമൽ ആക്ടിവിറ്റീസ് ആണ്. ഏതാണ് ഹെഡിങ് അല്ലാത്തതെന്ന് ഇതൊന്ന് ആലോചിച്ച് നോക്കിയാൽ. നമ്മൾ ഒരു സംഭവമൊക്കെ എഴുതുമ്പോൾ, നോട്ടിലൊക്കെ എഴുതുമ്പോൾ ഹെഡിങ് എഴുതുന്നത് നോർമൽ അല്ലേ. ഹെഡിങ് ഒക്കെ എഴുതിയിട്ട് തന്നെയല്ലേ നമ്മൾ കാര്യങ്ങൾ ബാക്കി എഴുതുള്ളൂ. അപ്പോൾ ഹെഡിങ് നോർമൽ. അപ്പോൾ അതങ്ങനെ ആലോചിച്ച് നോക്കുക. 51ാമത്തത് പറഞ്ഞു, അത് 47th സെയിം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. 52, ഇൻക്രീസ് ഇൻ ഷെയർ ക്യാപിറ്റൽ ഓഫ് എ ഫേം ഇൻ ദ കറൻറ്റ് ഇയർ ആസ് കമ്പയർഡ് ടു പ്രീവിയസ് ഇയർ ഷുഡ് ബി റെക്കോർഡഡ് ഇൻ ദ ഫൈനൽ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്സ് അണ്ടർ. എന്താ ആൻസർ വരുന്നത്, ഫിനാൻസിങ് ആക്ടിവിറ്റീസ് ആണ്. ഒരു സ്ഥാപനത്തിൽ ഷെയർ ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുക, കൂടുക. ഒരു സ്ഥാപനത്തിൽ ഈ ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യാന്നുള്ളത് തന്നെ ഇങ്ങനെ കൂടി വരല്ലേ. എന്താ കൂടി വരിക, ഫിനാൻസ്, ക്യാഷല്ലേ കൂടി വരിക. അപ്പോൾ ഫിനാൻസിങ് ആക്ടിവിറ്റീസ് തന്നെയാണ് അതിൻ്റെ ആൻസർ. അത് അങ്ങനെ തന്നെ ഒന്ന് മനസ്സിലാക്കി പഠിക്കുക. ഇനി 53ാമത്തെ ക്വസ്റ്റ്യൻ, വെൻ പ്രസൻറ്റിംഗ് ഡിസ്കണ്ടിന്യൂഡ് ഓപ്പറേഷൻസ് ഇൻ ദ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. ഡിസ്കണ്ടിന്യൂഡ് ഓപ്പറേഷൻസ്
കാണിക്കുമ്പോൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ എങ്ങനെയാണ് കാണിക്കുക, അവർ സെപ്പറേറ്റ്ലി ആണ് കാണിക്കുന്നതെന്നാണ് ആൻസർ. ദേ ആർ ഷോൺ സെപ്പറേറ്റ്ലി. ഇപ്പോൾ നമ്മൊരു കാര്യം ആലോചിക്കുക, നമ്മൊരു സാധനം ആമസോണിൽ നിന്നോ അല്ലെങ്കിൽ എന്തിൽ നിന്നൊക്കെ പർച്ചേസ് ചെയ്തിട്ട് അതിപ്പോൾ ഇല്ല, അത് ഡിസ്കണ്ടിന്യൂ ആയിപ്പോയി, ആ സാധനം ഇപ്പോൾ അവൈലബിൾ അല്ലാന്ന് കാണിക്കുമ്പോൾ അതിന് ഒരു പ്രത്യേക ഇതിലൊക്കെ ആയിരിക്കും കാണിക്കുക, അതിൻ്റെ ക്യാഷ് കാണിക്കൂല അല്ലെങ്കിൽ കുറച്ച് റിമാർക്കൊക്കെ ഇട്ടിട്ട്. അപ്പോൾ അതൊക്കെ ആലോചിക്കുക, ദേ ആർ ഷോൺ സെപ്പറേറ്റ്ലി എന്നുള്ളത്. ഇനി 54ാമത്തെ ക്വസ്റ്റ്യൻ, ആൻ എൻറ്റിറ്റി ഷാൾ എക്സ്പ്ലെയിൻ ഹൗ ദ ട്രാൻസിഷൻ ഫ്രം പ്രീവിയസ് ഗാപ്പ് ടു IFRS ഡാഷ് ഇറ്റ്സ് റിപ്പോർട്ടഡ് ഫിനാൻഷ്യൽ പൊസിഷൻ, ഫിനാൻഷ്യൽ പെർഫോമൻസ് ആൻഡ് ക്യാഷ് ഫ്ലോസ്. ഇതിന് എഫക്റ്റഡ് എന്നാണ് ആൻസർ വരുന്നത്. അതായത് ഒരു സ്ഥാപനം എക്സ്പ്ലെയിൻ ചെയ്യും എങ്ങനെ ഈ ഗ്യാപ്പിൽ നിന്നും IFRSലേക്ക് മാറുമ്പോൾ അതെന്താ ചെയ്യുക, എഫക്റ്റ് ചെയ്യണമെന്നുള്ളത്. ഇപ്പോൾ ഇത് എഫക്റ്റഡ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കാനായിട്ട് ഗ്യാപ്പിലുണ്ട് എയും IFRSൽ എഫും ഉണ്ട്. അപ്പോൾ അത് വരുന്നത് എയും എഫും വരുന്നത് എഫക്റ്റഡിൽ മാത്രമാണ്. അപ്പോൾ അതങ്ങനെ പഠിച്ചു വെക്കുക. ഇനി 55ാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ ഡസ് എൻ എൻറ്റിറ്റി അഡോപ്റ്റ് IFRS ഫോർ ദി ഫസ്റ്റ് ടൈം. ഒരു സ്ഥാപനം എങ്ങനെയാണ് IFRSനെ ദത്തെടുക്കുന്നത് ഫസ്റ്റ് ടൈമിൽ. അപ്പോൾ ആൻസറിൽ തന്നെ ഉണ്ട്, ഇൻ വിച്ച് ദ എൻറ്റിറ്റി അഡോപ്റ്റ് IFRS. അതായത് ഒരു സ്ഥാപനം IFRS അഡോപ്റ്റ് ചെയ്യുമ്പോൾ എന്നുള്ളത് ആൻസറിൽ തന്നെ ഉണ്ട്. അപ്പോൾ അത് ടിക്ക് ചെയ്യാം. ഇനി 56ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഫോർ എൻ എൻറ്റിറ്റി അക്കൗണ്ടിങ് ഇൻ അക്കോർഡൻസ് വിത്ത് IFRS. ഒരു സ്ഥാപനത്തിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് IFRS പ്രകാരമുള്ള സ്റ്റാർട്ടിംഗ് പോയിന്റ് ഏതാണ്? ദ ഡേറ്റ് ഓഫ് ട്രാൻസിഷൻ ടു IFRS. അതായത് എന്ന് മുതലാണ് IFRSലേക്ക് മാറിയത്, അവിടെ നിന്ന് മുതലുള്ള ഡേറ്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഇതിൽ മനസ്സിലാക്കി കാണാണ്ട് ട്രാൻസിഷൻ എന്നുള്ള വാക്ക് മറക്കണമെങ്കിൽ ട്രെയിൻ എന്ന് ആലോചിക്കുക. നമ്മൾ എന്നാണ് ഒരു യാത്ര സ്റ്റാർട്ട് ചെയ്യണത്, അത് ട്രെയിൻ എന്നുള്ള ആ ഒരു വേർഡ് ആലോചിച്ച് വയ്ക്കുക. അപ്പോൾ ട്രാൻസിഷൻ അങ്ങനെ ആലോചിച്ച് വെക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ആൻ എൻറ്റിറ്റി മേ ഇലക്ട് ടു മെഷർ ആൻ ഐറ്റം of property, plant and equipment at the date of transition to IFRS a dash message or document. ഇതിൻ്റെ ആൻസർ വരുന്നത് ഇറ്റ്സ് ഫെയർ വാല്യൂ ആൻഡ് യൂസ് ദാറ്റ് ഫെയർ വാല്യൂ ആസ് ഇറ്റ്സ് ഡീംഡ് കോസ്റ്റ് അറ്റ് ദാറ്റ് ഡേറ്റ്. ഇപ്പോൾ ഇതിനാലോചിക്കണമെങ്കിൽ നമ്മളിങ്ങനെ ആലോചിക്കുക, ഒരു പ്രോപ്പർട്ടിയോ അല്ലെങ്കിൽ ഒരു പ്ലാന്റിനോ ഒരു എക്യുപ്മെൻറ്റിനോ തീ പിടിച്ചു എന്ന് ആലോചിക്കുക, ഫയർ എന്ന് ആലോചിക്കുക. അപ്പോൾ ഈ ഫയർ പിടിച്ചു എന്ന് അങ്ങനെ ഒരു ചിന്തിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് ഫെയർ വാല്യൂ ആൻഡ് യൂസ് ദാറ്റ് ഫെയർ വാല്യൂ, ആ ഒരു ആൻസർ ചിന്തിച്ച് വെക്കുക. ഇനി 58ാമത്തെ ക്വസ്റ്റ്യൻ, അക്കൗണ്ടിങ് ഇൻ ഇന്ത്യ ഈസ് ഗവേൺഡ് ബൈ ഇക്കായി. ICAI ഇക്കായി. ഇക്കാന്ന് ആലോചിക്കുക, ആരാണ് ഇക്കാണ് അത് ഗവൺ ചെയ്യണമെന്ന് ആലോചിക്കുക. അതൊക്കെ ശരിക്കും കാണാണ്ട് പഠിക്കണം, കാരണം ഇത്രയും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ഇക്കായി. ഇനി 59th ക്വസ്റ്റ്യൻ, ദ കൺവർജൻസ് ഓഫ് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് വിത്ത് IFRS. എപ്പോഴാണ് IFRSും ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സും കൂടി ഒരുമിച്ചത്? ഏപ്രിൽ 2015, 2015. ഇത് ആലോചിച്ച് വെക്കാനായിട്ട് IFRSിൽ തന്നെ ഉണ്ട് F15, അപ്പോൾ 2015. ഇനി 60th ക്വസ്റ്റ്യൻ, ഇൻഡ് AS വിൽ അപ്ലൈ ടു, എന്തിനോട് അപ്ലൈ ചെയ്യാൻ പറ്റുക? ബോത്ത് കൺസോളിഡേറ്റഡ് ആസ് വെൽ ആസ് സ്റ്റാൻഡ് അലോൺ ഫിനാൻഷ്യൽസ് ഓഫ് ദി കമ്പനി. ഇത് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് ബോത്ത് എന്നുള്ള വേർഡ്, അതായത് ബോത്ത് രണ്ട് വേർഡ് ഉണ്ടല്ലോ, അപ്പോൾ ഇൻഡും ഏസും ബോത്ത് അല്ലേ, അപ്പോൾ ബോത്ത് തുടങ്ങുന്ന ആൻസർ ബോത്ത് കൺസോളിഡേറ്റഡ്. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ടോട്ടൽ നമ്പർ ഓഫ് ഇൻഡ് AS വിച്ച് ആർ നോട്ടിഫൈഡ് ആസ് ഓഫ് ഡേറ്റ്. ഇൻഡ് AS എന്ന് പറയുന്നത് തന്നെ എന്തുണ്ട്, രണ്ട് വേർഡ് ഉണ്ട് അല്ലേ, അപ്പോൾ 42 വരുന്നത്. ഇനി 62 ക്വസ്റ്റ്യൻ, ടോട്ടൽ നമ്പർ ഓഫ് IFRS വിച്ച് ആർ നോട്ടിഫൈഡ് ആസ് ഓഫ് ഡേറ്റ് S16. അപ്പോൾ 16 S16 വെച്ചിട്ട് അത് നോക്കി പഠിക്കുക. ഇനി 63, ടോട്ടൽ നമ്പർ ഓഫ് IFRIC ഇൻ്റർപ്രിട്ടേഷൻസ് വിച്ച് ആർ നോട്ടിഫൈഡ് ആസ് ഓഫ് ഡേറ്റ്. ഏതാണ്? 23. ഇതിപ്പോൾ IFRS പകരം IFRIC അല്ലേ, അപ്പോൾ നമ്മൾ അതിനൊന്ന് സ്പ്ലിറ്റ് ചെയ്യുക. IFR നമുക്ക് പരിചയമുള്ള ഒരു വേർഡ്, പിന്നെ IC അത് വേറെ 2 ലെറ്റർ വേർഡ് അല്ലേ, അപ്പോൾ ആദ്യത്തെ 3ഉം 2ഉം അല്ലേ, അപ്പോൾ 23, 2ഉം 3ഉം വരുന്ന വേർഡല്ലേ അത്, അപ്പോൾ 23. ഇനി അടുത്തത് 64ാമത്തെ ക്വസ്റ്റ്യൻ, ടോട്ടൽ നമ്പർ ഓഫ് സിക്ക് ഇൻ്റർപ്രിട്ടേഷൻസ് വിച്ച് ആർ നോട്ടിഫൈഡ് ആസ് ഓഫ് ഡേറ്റ്. അപ്പോൾ ഇതിലൊന്ന് ആലോചിക്കാൻ വേണ്ടി സിക്കുകാരനെ ആലോചിക്കുക. ഈ പഞ്ചാബി ഇല്ലേ സിക്കുകാരൻ, ഈ സിക്കുകാരൻ്റെ കയ്യിൽ അവരെ മനസ്സിലാവാൻ വേണ്ടിയിട്ട് 3 സംഭവങ്ങളുണ്ടാവും. ഒന്ന് അവരെ തലയെക്കെട്ട്, ഒന്ന് അവരെ വലിയ നീളമുള്ള താടി, ഒന്ന് അവരെ കൈമലത്തൊരു വള. ഇങ്ങനെ 3 സംഭവങ്ങളാണ് കാണുമ്പോൾ നമുക്ക് അവരെ സിക്കുകാരൻ എന്ന് മനസ്സിലാവണം. അപ്പോൾ 3 ഐറ്റംസാണുള്ളത്. അപ്പോൾ 3, 33 ഐറ്റംസ്. 3 ഐറ്റംസ് അല്ലേ ഉള്ളൂ, അപ്പോൾ 33. ഇനി 65ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഇൻവെൻട്രീസ് ആർ ഔട്ട്സൈഡ് ദ സ്കോപ്പ് ഓഫ് ഇൻഡ് AS 2. ഏതൊക്കെ ഇൻവെൻട്രീസ് ആണ് ഇൻഡ് ASൻ്റെ പുറത്തുള്ളത്? വർക്ക് ഇൻ പ്രോഗ്രസ് അറൈസിങ് അണ്ടർ കൺസ്ട്രക്ഷൻ കോൺട്രാക്ട്സ്. ഇതാലോചിക്കാൻ വേണ്ടിയിട്ട്, അതായത് നമ്മൾ മോപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, അതായത് നിലമൊക്കെ തുടച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ബിൽഡിങ്ങിൻ്റെ അടിയിലൊക്കെ അല്ലെങ്കിൽ മോളുകളിലൊക്കെ കണ്ടിട്ടില്ലേ ക്ലീനിങ് ഇൻ പ്രോഗ്രസ് എന്ന് കാണുന്നത്, അല്ലെങ്കിൽ അവിടെ പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ കൺസ്ട്രക്ഷനിൽ വർക്ക് ഇൻ പ്രോഗ്രസ് എന്നൊക്കെ ബോർഡ് വെച്ചേക്കുന്നത്. അപ്പോൾ അതാലോചിച്ച് വെക്കുക. അപ്പോൾ ആ ഒരു ആൻസർ കണക്ട് ചെയ്തിട്ടുള്ളത് വർക്ക് ഇൻ പ്രോഗ്രസ് തന്നെയാണ്.
ഇനി 66ാമത്തെ ക്വസ്റ്റ്യൻ, പ്രൊവിഷൻ ഈസ് എ ലയബിലിറ്റി ഓഫ് അൺസർട്ടൺ ടൈമിംഗ് ഓർ എമൗണ്ട്. പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ലയബിലിറ്റി വരുന്നത്, അത് എപ്പോഴാണ് വരുന്നതെന്ന് അറിയില്ല, എത്ര കാശെന്നൊന്നും അറിയില്ല, അതാണ് അതിൻ്റെ ആൻസർ. അപ്പോൾ ഇത് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് പ്രൊവിഷൻ, വിഷനെ നമുക്ക് വിഷു എന്നാക്കാം. വിഷുവിന് ലിയ എന്ന് പറഞ്ഞൊരു പെൺകുട്ടി നമുക്ക് മേടിച്ച കാശ് ടൈമിന് ആ എമൗണ്ട് തിരിച്ചു തന്നു എന്നുള്ളൊരു കഥ ആലോചിക്കുക. അപ്പോൾ വിഷുവിന് ലിയ എന്ന് പറഞ്ഞ പെൺകുട്ടി ടൈമിന് മേടിച്ച കാശ് തിരിച്ചു തന്നു. അപ്പോൾ ലയബിലിറ്റി ഓഫ് അൺസർട്ടൺ ടൈമിംഗ് ഓർ എമൗണ്ട്. ഇനി 67ാമത്തെ ക്വസ്റ്റ്യൻ, ആൻ എൻറ്റിറ്റി റെക്കഗ്നൈസസ് എ പ്രൊവിഷൻ ഓൺലി വെൻ ഓൾ ഓഫ് ദി എബോവ്. അതും ഇങ്ങനെ തന്നെ ആലോചിക്കുക. പ്രൊവിഷൻ, വിഷു. ഈ വിഷുവിന് എൻറ്റിറ്റി എന്ന് പറഞ്ഞ സ്ഥാപനമല്ല, ഈ വിഷുവിന് സ്ഥാപനത്തിൽ എന്തൊക്കെ ഉണ്ടാവും? അതായത് ഇപ്പോൾ ഓണത്തിന് നമ്മൾ ഉണ്ടാവണ പോലെ തന്നെ സദ്യയും പിന്നെ അതേപോലെ തന്നെ വിഷുക്കളിയും അതേപോലെ എല്ലാവിധ പരിപാടികളും ഉണ്ടാവില്ലേ. അപ്പോൾ ഓൾ ഓഫ് ദി എബോവ് എന്നുള്ള ആൻസർ വിഷുവിന്. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 68, റിഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് ക്യാൻ ബി റിഡീംഡ് ഔട്ട് ഓഫ്. നമ്മൾ ഈ നിങ്ങൾ കണ്ടിട്ടുണ്ടോയെന്ന് അറിയില്ല, ഈ ക്യാന് കാശ് ഇട്ടിട്ട് നമുക്ക് കിട്ടൂലേ, ഒരു ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ കാശ് കോയിൻ ഇട്ടിട്ട്. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? ഫ്രഷ് ആയിട്ട് ഇങ്ങനെ നമുക്ക് കിട്ടുന്നത് കണ്ടിട്ടില്ല. അപ്പോൾ റിഡീം ചെയ്തെടുക്കുക എന്ന് പറഞ്ഞ മാതിരി നമുക്ക് ഫ്രഷ് ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അവൻ്റെ ആൻസറിന് ഫ്രഷ് ഇഷ്യൂ ഓഫ് ഷെയർസ്. ഇനി 69, വെൻ റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് ആർ ഡ്യൂ ഫോർ റിഡംഷൻ ദി എൻട്രി പാസ്ഡ് ഈസ്. ഇതിലെ ആൻസറിൽ റിഡീമബിൾ പ്രിഫറൻസ് തന്നെ ആൻസറിൽ ഉള്ളത് തന്നെയാണ്. അതായത് മേലത്തേലും വരുന്നുണ്ട്, പക്ഷേ ഡെബിറ്റ് റിഡീമബിൾ, പിന്നെ അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ക്രെഡിറ്റ് പ്രിഫറൻസ്. അതായത് റിഡീമബിൾ പ്രിഫറൻസ് എന്ന് തന്നെ ആൻസറിൽ വരുന്നത് തന്നെയാണ് ആൻസർ. ഇനി അടുത്ത 70ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാൻ ബി യൂട്ടിലൈസ്ഡ് ഫോർ ദി റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് ഓഫ് എ കമ്പനി ഔട്ട് ഓഫ് പ്രോഫിറ്റ്. ഇതിനെ ഡെർന്ന് പഠിച്ചു വെക്കുക. അതായത് ഡിവിഡൻഡ് ഈക്വലൈസേഷൻ റിസർവ്, അതാണ് അതിൻ്റെ ആൻസർ, ഡെർ. അതങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. ഇനി 71ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് കനോട്ട് ബി യൂട്ടിലൈസ്ഡ് ഫോർ ദി റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് ഓഫ് എ കമ്പനി. ഇതിന് വേണ്ടിയിട്ട് ഒരു കഥ ആലോചിച്ച് വെക്കുക. അതായത് നമ്മുടെ ബിൽഡിങ്ങിൻ്റെ അടിയിൽ ഒരു സെക്യൂരിറ്റി ഉണ്ടെന്ന് വിചാരിക്കുക. ഈ സെക്യൂരിറ്റിനെ എന്തിനാണ് നമ്മൾ നിർത്തുന്നത്? പുറത്തിങ്ങനെ കാവലായിട്ട് നിർത്തുന്നതല്ലേ. അയാളെ വേറെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുമോ? വെള്ളം കോരാൻ പറഞ്ഞയക്കാനോ അല്ലെങ്കിൽ കച്ചറ എടുക്കാനോ വേസ്റ്റ് എടുക്കാനോ ഇല്ലല്ലോ. സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ അവിടെ തന്നെയല്ലേ ഉണ്ടാവുക. അപ്പോൾ കനോട്ട് ബി യൂട്ടിലൈസ്ഡ്. അപ്പോൾ സെക്യൂരിറ്റീസ് പ്രീമിയം ഓൺ ഫ്രഷ് ഇഷ്യൂ ഷെയർസ് എന്ന് ആലോചിക്കുക. കനോട്ട് ബി യൂട്ടിലൈസ്ഡ് എന്നുള്ളതിൻ്റെ സെക്യൂരിറ്റീസ് പ്രീമിയം ഓൺ ഫ്രഷ് ഇഷ്യൂ ഷെയർസ്, ഈ ഒരു സംഭവം ആലോചിച്ച് വെക്കുക, എന്നിട്ട് ഇത് പഠിക്കുക. ഇനി 72ാമത്തെ ക്വസ്റ്റ്യൻ, എ കമ്പനി കനോട്ട് ഇഷ്യൂ റിഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് ഫോർ എ പീരിയഡ് എക്സൈഡിങ് 20 വർഷം. അതിപ്പോൾ ഏറ്റവും വലിയ 20 വർഷം എന്ന് പറഞ്ഞാൽ കുറേ അധികം ഉണ്ട് അല്ലേ. അതങ്ങനെ തന്നെ കാണാണ്ട് പഠിക്കാൻ പറ്റും. അത് അർത്ഥം മനസ്സിലാക്കുകയാണെങ്കിൽ ഒരു കമ്പനിക്ക് എത്ര നാളിൽ കൂടുതൽ റിഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ 20 വർഷം. വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ അടുത്ത വീഡിയോസൊക്കെ കിട്ടും. പക്ഷേ കമൻറ്റ് ചെയ്തില്ലെങ്കിൽ പിന്നെ ഇനി വീഡിയോസ് ഇടാനുള്ള ഒരു ഉഷാറുണ്ടാവില്ല. അപ്പോൾ കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുത്തിട്ട് അവരെ ഒന്ന് രക്ഷപ്പെടുത്തുക. ഓക്കെ, താങ്ക് യു.